വിശ്വാസ വെളിച്ചത്തിലേക്ക് എല്ലാ ഗുഡ്നസ് TV പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം. കത്തോലിക്ക സഭ വിശ്വസിക്കുകയും പഠിപ്പിക്കുകയും ജീവിക്കുകയും ആഘോഷിക്കുകയും ചെയ്യുന്ന വിശ്വാസ സത്യങ്ങളെ കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൻ്റെ വെളിച്ചത്തിൽ പ്രേക്ഷകർക്കായി അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രോഗ്രാമാണിത്. കത്തോലിക്ക സഭയുടെ വിശ്വാസ സത്യങ്ങളെ നമുക്കായി അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് കേരള കത്തോലിക്ക സഭയിലെ പ്രഗത്ഭനായ ദൈവശാസ്ത്രജ്ഞനും ആലുവ സെൻറ്റ് ജോസഫ് പൊന്തിഫിക്കൽ സെമിനാരിയിലെ അധ്യാപകനുമായ റവറൻഡ് ഡോക്ടർ വിൻസെൻ്റ് കുണ്ടുകുളം അച്ഛനാണ്. അച്ഛനെ ഏറെ ആദരവോടുകൂടി ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു. അച്ഛൻ, നമ്മൾ കുദാശകളെക്കുറിച്ചാണ് നമ്മൾ ഈ കഴിഞ്ഞ എപ്പിസോഡിലും നമ്മൾ ചർച്ച ചെയ്തത്. കുദാശകൾ എല്ലാം ഒരു തുല്യ പ്രാധാന്യമുള്ളതാണോ? കുദാശകൾ എങ്ങനെയാണ് വിശ്വാസ ജീവിതത്തിൻ്റെ കേന്ദ്രമാകുന്നത് എന്നൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ചർച്ച ചെയ്തത്. ഈ എപ്പിസോഡിൽ നമ്മൾ 1213 മുതൽ 1245 വരെയുള്ള നമ്പറുകളിലെ ഭാഗമാണ് ഇപ്പോൾ ചർച്ച ചെയ്യുന്നത്. എനിക്ക് ആദ്യമായിട്ട് അച്ഛനോട് പ്രാഥമികമായിട്ട് ചോദിക്കാനുള്ളത്, ഈ ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം മാമോദീസ അവൻ്റെ ആത്മീയ ജീവിതത്തിലേക്കുള്ള ഒരു കവാടവും മറ്റ് കുദാശകൾ സ്വീകരിക്കാനുള്ള ഒരു വാതിലുമാണെന്ന് നമ്മൾ സാധാരണ പറയാറുണ്ട്. അതൊന്ന് അച്ഛന് വിശദീകരിക്കാൻ കഴിയുമോ? കുദാശ 7 കുദാശകളിലെ ആദ്യമായിട്ട് നമ്മൾ സ്വീകരിക്കുന്നത് മാമോദീസയാണ്. അതിന് കാരണം വിജു പറഞ്ഞതുപോലെ നമ്മുടെ മാനുഷികമായ ഈ ജീവിതത്തിന് ഒപ്പം നമ്മൾ ആത്മീയമായിട്ടുള്ള ജീവിതവും ആരംഭിക്കണം എന്നുള്ള ഒരു വിവക്ഷ സഭയ്ക്ക് ഉള്ളതുകൊണ്ടാണ്. കാരണം നമ്മൾ ഈ ജനനത്തെയൊക്കെ വളരെ സ്വാഭാവികമായിട്ട് അല്ലെങ്കിൽ ഒരു ബൈ ചാൻസ് അങ്ങനെ സംഭവിക്കുന്നത് പോലെ അല്ല ഒരു വിശ്വാസി അല്ലെങ്കിൽ സഭ അതിനെ കാണുന്നത്. ഒരു ഭാര്യാഭർത്തൃ ബന്ധത്തിലൂടെ ഒരു കുഞ്ഞ് അങ്ങനെ ഉണ്ടാകുന്നത് ഒരു വളരെ സ്വാഭാവികമാണ്, അതിലൊന്നും പ്രത്യേകതയില്ല എന്ന് ചിന്തിച്ചേക്കാം. പക്ഷെ വിശ്വാസി അതിനെ കാണുന്നത് ദൈവത്തിൽ നിന്നും പുറപ്പെട്ട ഒരു ജീവൻ, ഒരാത്മാവ് ഈ ലോകത്തിലൂടെ ഒരു യാത്ര നടത്തി തിരിച്ച് ദൈവത്തെങ്കിലേക്ക് എത്തിച്ചേരുന്നതിനുള്ള ഇടയ്ക്കുള്ള ഒരു ചെറിയ കാലഘട്ടം മാത്രമാണിത്. പക്ഷേ അതിന് വലിയ പ്രാധാന്യമുണ്ട്. ദൈവത്തിൻ്റെ രക്ഷാകരമായ പദ്ധതിയിൽ അവൻ്റെ ദൈവത്തിൽ നിന്ന് തന്നെ ആരംഭിച്ച് ദൈവത്തിൽ തന്നെ എത്തിച്ചേരുന്ന ആ ആത്മീയ യാത്ര, അതുകൊണ്ടാണ് അതിന് ആത്മീയ യാത്ര എന്ന് പറയുന്നത്. ആ ആത്മീയ യാത്രയുടെ ഇടയിൽ ഒരു ആത്മാവ്, ഒരു മനുഷ്യജീവൻ ഈ ലോകമാകുന്ന സാഗരത്തിലൂടെ നടന്ന് ഈ ലോകമാകുന്ന സാഗരത്തെ കൂടി ദൈവീകവൽക്കരിക്കുന്ന ഒരു പ്രക്രിയയുടെ ഭാഗമായിട്ട് ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആഴങ്ങളെ ഈ പ്രപഞ്ചത്തിൽ എങ്ങനെയെന്ന് തിരിച്ചറിഞ്ഞ് അവൻ്റെ യാത്ര അങ്ങനെ പോവുകയാണ്. അങ്ങനെയാണ് ഒരു വിശ്വാസി ഈ ലോക ജീവിതത്തെ കാണുന്നത്. എനിക്ക് തോന്നുന്നു അത് ഒരു ജാപ്പനീസ് ഒരു കവിയാണ്. അവൻ്റെ എഴുതി വെച്ചതുപോലെ ഞാൻ ഒരു ചെറിയ വരിയെ ഓർക്കുന്നു, ഞാൻ കൃത്യം എൻ്റെ ഓതറെ ഓർക്കുന്നില്ല. മഴയത്ത് കയറി നിൽക്കാൻ ഒരിടം കിട്ടി, ഒരു ചെറിയ ഒരു പീടികയുടെ എറാലിയിൽ ഇങ്ങനെ മാറി നിൽക്കുന്ന അതുപോലെയുള്ളൂ ഈ ജീവിതം. ഒരു മഴ പെയ്തപ്പോൾ ഇടയ്ക്ക് കയറി നിൽക്കുന്നത് പോലെ ഒരു തങ്ങൽ, അത്രയും നൈമിഷികമാണ് നമ്മുടെ 70-80 വർഷത്തെ ഈ ജീവിതം. പക്ഷേ ഇത് വാസ്തവത്തിൽ ഒരു വലിയ യാത്രയുടെ, വലിയൊരു ജീവിതത്തിൻ്റെ, ദൈവവുമായിട്ടുള്ള സാകല്യത്തിൻ്റെ ഒരു വലിയ ജീവിതത്തിൻ്റെ ചെറിയൊരു ഏട് മാത്രമാണ്. അങ്ങനെയെങ്കിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ലോകമാകുന്ന സാഗരത്തിലേക്ക് ഇറങ്ങിയിട്ട് ഇവിടെയുള്ള ദൈവത്തിൻ്റെ ആ വചനമാകുന്ന വിത്തുകൾ സൃഷ്ടിയിലൂടെ പരന്നു കിടക്കുന്നത് അനുഭവിക്കാനും അതിനെ എന്തെങ്കിലും കുറവുകൾ ഈ ലോകത്തിൻ്റേതായ രീതിയിൽ വന്നിട്ടുണ്ടെങ്കിൽ അതിനെ സംസ്കരിക്കാനും ഒക്കെയാണ് നമ്മൾ മനുഷ്യ ജീവിതം ഈ ലോകത്തിലേക്ക് വരുന്നത് എന്നാണ്. നമ്മളിങ്ങനെ വയസ്സായിക്കൊണ്ട് ഇരിക്കും തോറും, ജീവിതത്തെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കും തോറും, യാത്ര പകുതിയിലധികവും അവസാനിച്ചു എന്ന് തിരിച്ചറിയുന്ന ഈ വേളയിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ വലിയൊരു ദൗത്യമാണ് നമ്മുടെ ഈ ലോകത്തിലുള്ള ജീവിതം. അത് തുടങ്ങുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് ദൈവത്തിൽ ഒരു പുതിയ സൃഷ്ടിയാവുന്ന ഒരു പ്രക്രിയയാണ് മാമോദീസ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പൂർവികരുടെ ജന്മാർജിതമായിട്ട് നമ്മിലേക്ക് എത്തിച്ചേരാൻ സാധ്യതയുള്ള പാപത്തിൻ്റെ സ്വാധീനങ്ങളിൽ നിന്ന് വിടുതൽ പ്രാപിച്ച്, അതാണ് പാപത്തിന് മരിച്ച് നമ്മുടെ ഉള്ളിലുള്ള ജന്മപാപങ്ങളോട് വിട പറഞ്ഞ്, അതുപോലെ മാതാപിതാക്കളുടെ മറ്റു കർമ്മപാപങ്ങളുടെയും ഫലമൊക്കെ ഉണ്ടാവുമല്ലോ അതിൽ നിന്ന് ആ സഞ്ചിത പാപത്തിൻ്റെ സംസ്കാരത്തിൽ നിന്ന് പുറത്തു കടന്ന് ആത്മാവിൽ പുതിയ സൃഷ്ടിയാകുന്ന ഒരു പ്രക്രിയയാണ് അതുകൊണ്ടാണ് മാമോദീസ പ്രവേശന കൂദാശ എന്ന് പറയുന്നത്.
അപ്പോൾ ഈ ലോകത്തിലുള്ള ഒരു മനുഷ്യജീവൻ്റെ അവൻ്റെ മിഷൻ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇവിടെയുള്ള ദൈവിക സാന്നിധ്യത്തെ അറിയുകയും കുറവുള്ളതിനെ നികത്തുകയും ചെയ്യുന്ന അവൻ്റെ ആ മിഷണറി ജീവിതത്തിൻ്റെ പ്രാരംഭം കുറിക്കണമെങ്കിൽ അവൻ ആദ്യമേ പാപത്തിൻ്റെ കെട്ടുപാടുകളിൽ നിന്ന് അവൻ വിമോചിതനാകണം. അവൻ ആത്മാവിൽ ഒരു പുതിയ സൃഷ്ടിയാകണം. അതാണ് മാമോദീസ. അതിലൂടെ അവൻ പുതിയ ഒരു പ്രവേശന കവാടമായിട്ട് മറ്റുള്ള എല്ലാ കൂദാശകൾക്കും മാറുകയാണ്. കാരണം ഈ കൂദാശ സ്വീകരിച്ച് ക്രിസ്തുവിൽ പുതിയ സൃഷ്ടിയായി പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രവർത്തന ഉപകരണമായി മാറിയാൽ മാത്രമാണ് അവനെ ഈ മറ്റു കൂദാശകളും ഈ ജീവിതത്തിൻ്റെ വിവിധ ഘട്ടങ്ങളിൽ സ്വീകരിക്കാനായിട്ട് പറ്റുള്ളൂ. മാത്രം ഇതിലൂടെ തന്നെ അവൻ എന്താണ് സംഭവിക്കുന്നത്? ഈ സഭയാകുന്ന ശരീരത്തിൻ്റെ ഒരു മെമ്പർ കൂടിയാവുകയാണ്. അപ്പോൾ ആ അർത്ഥത്തിൽ കൂടിയാണ് പറയണത്, നമ്മൾ ഈ ക്രിസ്തുവിൻ്റെ ആ ദത്തുപുത്ര സ്ഥാനത്തേക്ക് വരുന്നതോടൊപ്പം സഭയുടെ ശരീരത്തിൻ്റെ അംഗം കൂടി ആകുകയാണ്. അങ്ങനെ വരുന്നത് കൊണ്ട് ഈ സഭാശരീരത്തിലുള്ള മറ്റു കൂദാശകൾ സ്വീകരിക്കണമെങ്കിൽ അവൻ ആദ്യം ഈ ഇനീഷ്യൽ സാക്രമെൻറ്റ്, ആദ്യത്തെ കൂദാശ സ്വീകരിച്ചിരിക്കണം. ആ അർത്ഥത്തിലാണ് ഇതൊരു പ്രവേശന കൂദാശയാണ് എന്ന് പറയുന്നത്. അപ്പോൾ മാമോദീസ എന്ന് പറയുന്നത് അച്ഛൻ പറഞ്ഞു വരുന്നത് ഈ മറ്റു കൂദാശകൾ സ്വീകരിക്കാനും നമ്മുടെ വിശ്വാസ ജീവിതത്തിലേക്കുമുള്ളൊരു പ്രവേശന കവാടമാണ്. അപ്പം ഒരു ചോദ്യം ചോദിക്കട്ടെ അച്ഛൻ. എൻ്റെ അടുത്ത് ചെറുപ്പത്തിലെ ഒരു ചോദ്യം ചോദിച്ചതാണിത്. കാരണം ഈ മാമോദീസ കടുമ്പോൾ നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ, മാമോദീസയിലൂടെ ക്രിസ്തുവിൽ മരിക്കുകയും ഉയർക്കുകയും ചെയ്യുന്നു. അപ്പോൾ അവൻ ചോദിച്ചു, ഇതെങ്ങനെ നടക്കുന്നത്? ഈ ക്രിസ്തുവിൽ മരിക്കുകയും നമ്മളാരും മരിക്കണില്ലല്ലോ ഉയർക്കണില്ലോ എന്ന് സ്വാഭാവികമായിട്ടാണ് ചോദിച്ചത്. നമ്മളതിന് ആൻസറും കൊടുത്തു. പക്ഷേ സ്വാഭാവികമായിട്ടും എനിക്ക് തോന്നുന്നു ഈ ഒരു എപ്പിസോഡിൽ ഈ മതബോധന ഗ്രന്ഥം ഇത് പറയുന്ന പശ്ചാത്തലത്തിലൊന്ന് വിശദീകരിക്കുന്നത് നല്ലതാണ്. മാമോദീസയിലൂടെ ക്രിസ്തുവിൽ മരിക്കുകയും ഉദ്ധിതനാവുകയും ചെയ്യുന്നു എന്ന് പറയുന്നതിൻ്റെ ദൈവശാസ്ത്രപരമായ ആ ആശയം എന്താണ്? അത് അല്പം സങ്കീർണമാണ്. കാരണം ആ മലയാള ഭാഷയിൽ അത് പരിമിതപ്പെടുത്തി, അല്ലെങ്കിൽ ഏത് ഭാഷയിലായാലും ക്രിസ്തുവിൽ മരിക്കുക, അപ്പോൾ പെട്ടെന്ന് നമുക്കത് മനസ്സിലാവില്ല. കാരണം ഒരു കുട്ടി ജനിച്ചിട്ട് ആദ്യം സ്വീകരിക്കുന്ന ഒരു ഇതിലെത്തിയിട്ടുള്ളൂ. അപ്പോഴേക്കും ഇങ്ങനെ ക്രിസ്തുവിൽ മരിക്കണേ എന്നുള്ളത്. അപ്പോൾ അതിന് നമ്മളിതിൻ്റെ റൂട്ട് മീനിങ്ങിലേക്ക് പോകണം. ഈ ബാപ്റ്റിസം, മാമോദീസ ബാപ്റ്റിസം, അതിൻ്റെ ഗ്രീക്ക് റൂട്ടിൽ പറയുന്നത് വാക്ക് ബാപ്റ്റിസൈൻ എന്നാണ്. ബാപ്റ്റിസൈൻ എന്ന് പറഞ്ഞാൽ സ്നാനപ്പെടുത്തുക, മുക്കുക, താഴ്ത്തുക എന്നൊക്കെയാണ് അർത്ഥം. അപ്പോൾ എന്തിലാണ് ഈ താഴ്ത്തുന്നത്? ഈ മരണത്തിലേക്കാണ് താഴ്ത്തുന്നത്. എന്തിൻ്റെ മരണമാണ്? പാപത്തിൻ്റെ മരണമാണ്. അപ്പോൾ ഈ ക്രിസ്തു മരിച്ചു, ക്രിസ്തുവും ഈ ലോകത്തിൽ മരിച്ചു. എന്തിന്? പാപത്തിൻ്റെ നിന്ന് മോചിക്കാൻ വേണ്ടി. പക്ഷെ മനുഷ്യൻ ചെയ്ത പാപത്തിൻ്റെ ഫലമായിട്ടാണ് അവൻ മരിച്ചത്. അപ്പോൾ ഈ പാപത്തിന് മരിക്കുക എന്നുള്ള അർത്ഥത്തിലാണത്. അപ്പോൾ ഈ പാപത്തിൽ മുങ്ങിപ്പോവുക എന്നുള്ള അർത്ഥത്തിലല്ല, ആ മുക്കിയിട്ട് പിന്നെ എടുക്കലുണ്ട് മാമോദീസയിൽ. മുക്കി താഴ്ത്തി അതിനുശേഷം അവൻ പുറത്തു വരുന്നു, പുതിയ സൃഷ്ടിയായിട്ട് പുറത്തു വരുന്നു. അതാണ് കർത്താവ് തന്നെ പറഞ്ഞിട്ടില്ലേ, എനിക്കൊരു മാമോദീസ മുങ്ങുവാനുണ്ട്, അത് മുങ്ങുന്നത് വരെ ഞാൻ അസ്വസ്ഥനാണ്. അത് വളരെ അർത്ഥവത്താണ്. ഈ ക്രിസ്തുവിൻ്റെ മാമോദീസ, ആദ്യം ക്രിസ്തു മാമോദീസ സ്വീകരിച്ചതാണ്. പക്ഷേ യഥാർത്ഥമായ മാമോദീസ എന്ന് പറയുന്നത് മരണമാണ്. അത് മരിക്കുന്നത് എന്തിനാണ്? ഈ പാപത്തിനെ മരിക്കുക. എന്നുവെച്ചാൽ പാപത്തിൽ മരിക്കുക എന്നല്ല, പാപത്തിൽ മരിക്കുകയല്ല, പാപത്തിന് മരിക്കുക, മറികടന്നുള്ള ഒരു മരണമാണ്. അപ്പോൾ അതിലൊരു കെനോസിസും ഉണ്ട്, അതായത് താഴ്ത്തപ്പെടലുണ്ട്, ഒരു മുങ്ങലുണ്ട്. ഇത് ശരിക്കും അനുഭവിച്ചാൽ ജീവിക്കാൻ എനിക്ക് പറയാം, അത് നമ്മൾ പറയുന്നതായിരിക്കും കുറേ കൂടി നല്ലത്. ഇപ്പോൾ ഉദാഹരണം, നമ്മുടെ ഈ ജീവിതത്തിൽ നമ്മൾ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുമ്പോൾ, ഞാൻ ഈ മരണം എന്ന് പറയുന്നത് ഒരു മാമോദീസായുടെ മാത്രമല്ല, ആ മാമോദീസ നമ്മൾ ദിവസവും ജീവിക്കുന്ന ഒരു രഹസ്യമാണെന്ന് പറയാൻ കൂടിയാണ് ഞാനിത് പറയുന്നത്. ഞാൻ ഈ അവസരത്തിൽ അത് ഇടയ്ക്കൊക്കെ കൂടുതൽ ചിന്തിക്കാനിട വന്നു. നമ്മൾ ചില നന്മ ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ ഈ ലോകത്ത് സൗഹൃദം, മനുഷ്യരെല്ലാവരും ഒരുമിച്ച് ജീവിക്കണം, എല്ലാ മതവിശ്വാസികളും ഒരു ദൈവത്തിൻ്റെ പിതാവാണ് എന്നൊക്കെയുള്ള അർത്ഥത്തിൽ സൗഹൃദത്തോടെ ജീവിക്കണം. നമുക്ക് തമ്മിൽ തെറ്റുകളും പോരായ്മകളും അഭിപ്രായ വ്യത്യാസങ്ങളും പരാതികളും അനീതികളും ഒക്കെ ഉണ്ട്. അതൊക്കെ ഉള്ളപ്പോഴും നമ്മൾ സ്നേഹിക്കാനാണ് പഠിക്കേണ്ടത്, നമ്മൾ ഒരുമിച്ചാണ് നീങ്ങേണ്ടത്. ഇങ്ങനെയുള്ള ചില വിഷയങ്ങളെക്കുറിച്ചൊക്കെ പറയുകയും എഴുതുകയും ചെയ്തതിൻ്റെ പേരിൽ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ എനിക്കുണ്ടായി. അപ്പോൾ
ഞാൻ ചിന്തിക്കുമായിരുന്നു വാസ്തവത്തിൽ ഈ പ്രശ്നങ്ങളുണ്ടാവുക മരണത്തിൻ്റെ സ്വഭാവമാണ്. കാരണം നമ്മളെ കണ്ട് ഇല്ലാണ്ടാക്കുവാണ്. നമ്മൾ എന്തായിരുന്നു എന്നുള്ളത് വളരെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ നമ്മളെക്കുറിച്ച് അവതരിപ്പിക്കുകയാണ്. അതേസമയം നമുക്കറിയാം ദൈവശാസ്ത്രപരമായിട്ട് സഭ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ പറയുന്നത്. അവിടെ നമ്മൾ മരിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ. പക്ഷേ ആ മരണം അനിവാര്യമാണ്. ഞാൻ സ്റ്റാൻസാമി ഈ അടുത്ത് മരിച്ചപ്പോൾ ഒരുപാട് ഞാനും ഒരു 1-2 വേദികളിൽ പ്രതികരണം അവർ വിളിച്ചിട്ട് ഞാൻ സംസാരിക്കുകയുണ്ടായി വെർച്വൽ പ്ലാറ്റ്ഫോമിൽ. സ്റ്റാൻസാമി അത് മരിക്കുന്നതിന് മുമ്പേ പറഞ്ഞിട്ടുണ്ട്. ജയിലിലായിരുന്നപ്പോൾ, ഐ ആം നോട്ട് വറീഡ് അബൌട്ട് ഇറ്റ് ആൻഡ് ദർ ഈസ് നത്തിങ് സർപ്രൈസിങ് ഫോർ മീ. ഐ ആം എ പാർട്ട് ഓഫ് ദ പ്രോസസ്. ഞാനിപ്പോൾ ഇങ്ങനെ ജയിലിൽ അടയ്ക്കപ്പെട്ടു, ഒറ്റപ്പെട്ടു പോയി, എന്നെ അങ്ങനെ ഇതിൽ ഞാൻ കണ്ടവാനം ദുഃഖിക്കുന്നൊന്നുമില്ല. കാരണം ഇത് ജനകോടികളായ മനുഷ്യർ ഇവിടെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സിൻ്റെ ഭാഗമായിട്ടാണ് ഞാനും മരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൽ മാമുദീസ മുങ്ങുക എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിന് വേണ്ടി അദ്ദേഹം ചെയ്തത് ദളിതർക്ക്, ആദിവാസികൾക്ക് വേണ്ടി അദ്ദേഹം നീതിക്ക് വേണ്ടി ശബ്ദമുയർത്തിയതിൻ്റെ പേരിൽ ഇല്ലാത്ത കുറ്റങ്ങൾ അദ്ദേഹത്തിൻ്റെ മേൽ UAP ഒക്കെ ചുമത്തി അതിന് തെളിവുകൾ അവർ വളരെ കാലുഷിതമായിട്ട് കമ്പ്യൂട്ടറിലൂടെ ഇൻസ്റ്റാൾ ചെയ്യിപ്പിച്ച് അദ്ദേഹത്തിന് ലോകത്തിൻ്റെ മുന്നിൽ കുറ്റക്കാരനാക്കി ഏറ്റവും പരിഹാസനാക്കിയിട്ട് അദ്ദേഹത്തെ കൊന്നു കഴിയുമ്പോൾ വാസ്തവത്തിൽ അദ്ദേഹം ഈ മാമോദീസയാണ് മുങ്ങുന്നത്. കർത്താവ് പറഞ്ഞ മാമോദീസ, എനിക്കൊരു മാമോദീസ മുങ്ങുവാനുണ്ട്. അതിൽ അദ്ദേഹം ദുഃഖിക്കുന്നില്ല. അദ്ദേഹം മരണത്തെ അതിജീവിച്ച പോലെയാണ് മരണത്തെ നേരിട്ടത്. അദ്ദേഹം അതിൽ ദുഃഖിതനല്ല. ഐ ആം എ പാർട്ട് ഓഫ് ദ പ്രോസസ്. ഇവിടെ ഒരുപാട് മനുഷ്യർക്ക് നടക്കുന്ന പ്രോസസ്സിൽ ഞാനും പങ്കാളിയായതിൽ സന്തോഷിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം മരണത്തിന് മുമ്പ് ജയിലിലായിരുന്നപ്പോൾ പറഞ്ഞതായിട്ട് നമ്മൾ അതിൽ വാക്കുകൾ നമ്മൾ കണ്ടായിരുന്നു. ഇതാണ് ഞാൻ പറഞ്ഞത്, മാമോദീസ എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൽ മരിക്കുകയാണെന്ന് പറയുന്നത്. മാമോദീസ വാസ്തവത്തിൽ ജനിക്കുമ്പോൾ സ്വീകരിച്ച് തീരുന്ന ഒരു കുദാശയായിട്ടല്ല ഞാൻ ഇന്ന് മനസ്സിലാക്കുന്നത്. ഞാൻ ഇടയ്ക്കൊക്കെ എൻ്റെ പൗരോഹിത്യ ജീവിതത്തിൻ്റെ ഇടയിൽ ഞാൻ എൻ്റെ 25 വർഷത്തെ ജൂബിലിയിലും അത് പറഞ്ഞു. അതിന് മുമ്പ് ഒരു പ്രാവശ്യം ഞാൻ ഇതുപോലെ ചില കാര്യങ്ങളിൽ ശബ്ദം ഉയർത്തിയും കുറേ പ്രശ്നങ്ങളൊക്കെ എനിക്കുണ്ടായി. വളരെ മരണകരമായ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം അനുഭവങ്ങളിലൂടെ ഞാൻ കടന്നുപോയതാണ്. ബട്ട് ഐ കുഡ് സേ, എൻ്റെ ജൂബിലി ആഘോഷിച്ച അവസരത്തിൽ പറഞ്ഞു, ഞാനൊരു പുരോഹിതനായതിൽ എനിക്ക് ഇങ്ങനെ ഒരു പ്രവാചക ദൗത്യത്തിൽ നേരിടേണ്ടി വന്ന ഈ പ്രതിസന്ധികളിൽ എനിക്ക് കുരിശുകൾ വഹിക്കാൻ ഇടവന്നു എന്നുള്ളതാണ് എൻ്റെ പൗരോഹിത്യത്തിലെ ഏറ്റവും വലിയ സന്തോഷം. അതില്ലായിരുന്നെങ്കിൽ എൻ്റെ പൗരോഹിത്യം പൂർണ്ണമാകുകയില്ലായിരുന്നു എന്ന് ഞാൻ അന്നേ ഒരു 10-15 കൊല്ലം മുമ്പ് 10 കൊല്ലം മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. 10-15 കൊല്ലം മുമ്പ്. ഇപ്പോൾ ഞാനത് വീണ്ടും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരിക്ക് ഒരു യഥാർത്ഥ ക്രിസ്ത്യാനിക്ക് മാമോദീസ ആവർത്തിക്കപ്പെടുന്ന കാര്യമാണ്. മാമോദീസ എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനോടൊപ്പം മരണത്തിൽ മുങ്ങലാണ്. പക്ഷേ അതിനെ ആ മരണം ഉയർപ്പിനുള്ള ഒന്നാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടും സന്തോഷത്തോടുകൂടെ ഇതുകൂടി അനുഭവിച്ചാലേ എൻ്റെ ജീവിതം ക്രിസ്ത്യാനിക്ക് ആകുന്നുള്ളൂ എന്നുള്ള മനോഭാവത്തോടെ ഞാൻ അതിനെ നേരിടുന്ന ആ നിമിഷം മുതൽ ഞാൻ മരിക്കുന്നില്ല, ക്രിസ്തുവിനോട് കൂടെ ഉയർക്കുകയാണ്. അതാണ് ക്രിസ്തു രഹസ്യത്തിൻ്റെ. ഇത് കുട്ടികളോടൊന്നും പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ ഭയങ്കര പാടാണ്. മാമോദീസായിലെ കർത്താവിനോടൊപ്പം മരിക്കുന്നു, ഉയർക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ വാസ്തവത്തിൽ അത് വളരെ പ്രതീകാത്മകമായിട്ട് ചെയ്യുകയാണ്. ആ വെള്ളത്തിൽ മുക്കി ഉയർത്തി കൊടുക്കുന്ന അവസരത്തിൽ ചെയ്യുന്നത്. അപ്പോൾ ഈ മരണത്തിലെ ക്രിസ്തു, അതുകൊണ്ട് ക്രിസ്തു മരിച്ചു, പക്ഷേ ക്രിസ്തുതനായി. അതുപോലെ ഈ വെള്ളത്തിൽ നമ്മൾ മുങ്ങുന്നു, നമ്മൾ വീണ്ടും അതിൽ നിന്ന് ഉയർക്കുന്നു, ഒരു പുതിയ വ്യക്തിയായിട്ട് മാറുന്നു. എനിക്കറിഞ്ഞൂടെ കുട്ടിയോട് ഇത് എങ്ങനെ പറയാൻ പറ്റുന്നു. പക്ഷേ കുട്ടിയോട് പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് ഇതാണ്, നമ്മൾ എല്ലാ ജീവിതത്തിലും നമ്മൾ സത്യത്തിന് വേണ്ടി ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുമ്പോൾ മോനെ ഒരു മരണമുണ്ട് അതിൽ, എൻ്റെ അഹത്തിനോടുള്ള മരണം. എന്നാൽ മരണത്തെ അതിജീവിക്കുന്ന ഒരു ഉയർപ്പുണ്ട് അതിൽ. അത് നമ്മളെടുക്കുന്ന മനോഭാവമാണ്. അപ്പോൾ നമ്മൾ ക്രിസ്തുവിനോടൊപ്പം മരിച്ചാൽ മാത്രമേ നമുക്ക് ക്രിസ്തുവിനോടുകൂടെ ഉയർക്കാൻ പറ്റുള്ളൂ. ഈ ലോകത്തിൻ്റെ ആശകളോട്, ഈ ലോകത്തിലെ സ്ഥാനമാനങ്ങളോട്, എല്ലാം ഉള്ള നമ്മുടെ വ്യഗ്രതകളോട്, ആസക്തികളോട് നമ്മൾ മരിക്കണം. ആ മരണം കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് നിത്യജീവൻ്റെ ഒരു ജീവനിലേക്ക് ഉൾക്കാഴ്ചയോടുകൂടി നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. വാസ്തവത്തിൽ അച്ഛൻ പറഞ്ഞ വിശദീകരണം വളരെ അർത്ഥവത്താണ്. എനിക്ക് തോന്നുന്നു ആ അർത്ഥത്തിൽ നമ്മൾ മാമോദീസയെ കണ്ടാൽ ഈ ജീവിതം മുഴുവൻ ഈ മാമോദീസായുടെ ഫലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ട് നമുക്ക് ഒരു വിശ്വാസ ജീവിതം നയിക്കാൻ സാധിക്കും.
ഇപ്പം നേരത്തെ അച്ഛൻ പറഞ്ഞതുപോലെ പാപത്തിൽ മരിക്കുന്നു എന്നുള്ളത് ശരിയാണ്. വസ്തുതയിൽ അത് മാത്രമല്ല, ക്രിസ്തുവിൻ്റെ മരണം ചില നിലപാടുകളുടെ കൂടി എടുത്തതുകൊണ്ടുള്ള ഒരു മരണമാണ്. അപ്പോൾ ഓരോ ക്രിസ്ത്യാനിയും അവൻ്റെ ജീവിതത്തിൽ എടുക്കേണ്ട ചില നിലപാടുകൾ, ആ നിലപാടുകൾ എടുക്കുമ്പോൾ അവൻ അനുഭവിക്കേണ്ടി വരുന്ന ബുദ്ധിമുട്ട്, പ്രയാസം, ക്ലേശം, സഹനങ്ങൾ, ഇതെല്ലാം ക്രിസ്തുവിൻ്റെ മരണത്തോട് താതാത്മ്യപ്പെടുന്നതാണെന്നുള്ള ഒരു തിരിച്ചറിവ് അവനുണ്ടാവുകയും ഉത്ഥാനത്തിൻ്റെ ഒരു അനുഭവത്തിലേക്ക് അവൻ എത്തുകയും ചെയ്താൽ ഇതിൽ പരം ഒരു വലിയ അർത്ഥമത്തുള്ള ഒരു കുദാശ നമുക്കുണ്ടെന്ന് പറയാൻ കഴിയുകയില്ല. അപ്പോൾ അത്ര വലിയൊരു അർത്ഥം അതിനുണ്ട് എന്നുള്ളത് ശരിയാണ്. അതോടൊപ്പം തന്നെ അച്ഛാ, നമ്മുടെ മാമോദിസായിൽ ചില അടയാളങ്ങൾ നമുക്കുണ്ട്. അതായത് തിരിയുണ്ട്, തൈലമുണ്ട്, വെള്ള വസ്ത്രമുണ്ട്. അപ്പോൾ ഇത്തരം ചില അടയാളങ്ങൾ നമ്മൾ കൊടുക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ ഒന്ന് അർത്ഥമൊന്ന് പ്രേക്ഷകർക്കായിട്ട് വിശദീകരിക്കും. വളരെ അർത്ഥവത്തായ പ്രതീകങ്ങളാണ് മാമോദീസയിലുള്ളതെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അപ്പോൾ മാമോദീസയ്ക്കൊക്കെ ഒരു സന്ദേശം കൊടുക്കുമ്പോൾ കുട്ടിക്ക് വേണ്ടിയിട്ടല്ല, മാതാപിതാക്കൾക്കും മറ്റുള്ളവരൊക്കെ കൂടി, പിന്നെ നമുക്കൊക്കെ കൂടി ഒരുമിച്ച് നമ്മൾ പങ്കുവയ്ക്കുമ്പോൾ വളരെ സമ്പന്നമായിട്ട് നമുക്കത് പറയാൻ സാധിക്കുന്നത് ഈ പ്രതീകങ്ങൾ കൊണ്ട് തന്നെയാണ്. കാരണം അതിൽ പ്രധാനമായിട്ട് ജലം വളരെ പ്രതീകാത്മകമായിട്ട് അർത്ഥസമ്പുഷ്ടമാണ്. ആദിജലം സൃഷ്ടിയുടെ അവസരത്തിൽ നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നത് എന്താ? ജലം മാത്രമേ ഉള്ളൂ. അതായത് ജീവൻ, പിന്നീട് ഈ പ്രപഞ്ചത്തിനെ ഉരുത്തിരിഞ്ഞു വരാനുള്ള എല്ലാതരം ജീവജാലങ്ങൾക്കുള്ള അടിസ്ഥാനമായിട്ട് നിൽക്കുന്നത് ഈ ജീവൻ്റെ ജലമാണ്. മാത്രമല്ല അതിൻ്റെ മീതെ ആത്മാവിൻ്റെ പ്രകാശം ഉണ്ടായിരുന്നു, സ്പർശനം ഉണ്ടായിരുന്നു എന്നും കൂടി അതിൽ എഴുതുന്നുണ്ട്. അപ്പോൾ ഈ ജലം എന്ന് പറയുന്നത് വെറും ഒരു ജലമല്ല, ജീവൻ്റെ ജലം. ആ ജീവൻ്റെ ജലം എന്ന് പറയുന്നത് കഴിഞ്ഞാൽ വെറുതെ ഭൗതികമായ ജീവൻ്റെ ജലം മാത്രമല്ല, അതിൻ്റെ അടിസ്ഥാനമായി നിൽക്കുന്ന പരിശുദ്ധാത്മാവ് കൂടിയാണ് ആ ജലത്തിലുള്ളത്. ഇനി നേരത്തെ നമ്മൾ സൂചിപ്പിച്ച ആ മരണത്തിൻ്റെ കാര്യമൊക്കെ ഉണ്ടല്ലോ, അതിന് പറ്റുന്ന രീതിയിൽ കുറേ പ്രതീകാംഗങ്ങൾ പഴയ നിയമത്തിൽ ഈ ജലവുമായിട്ടുണ്ട്. പഴയ നിയമത്തിലെ അടിമത്തത്തിൽ കഴിഞ്ഞിരുന്ന ജനത, ഇസ്രായേൽ ജനത, അവർ ഈജിപ്തിൽ നിന്ന് ചെങ്കടൽ കടന്നാണ് അവർ കാനാൻ ദേശത്തേക്ക് യാത്ര ചെയ്യുന്നത്. ആ ചെങ്കടൽ കടക്കുന്നത് ഇതുപോലെ ഒരു മരണത്തെ പ്രതിനിധീകരിക്കുന്നതാണ്. പഴയ അടിമത്തത്തിൻ്റെ ഒരു ജീവിതത്തെ, പാപത്തിന് അടിമപ്പെട്ടു പോകുന്നൊരു ജീവിതത്തെ, അതിനെ അതിജീവിച്ചുകൊണ്ടാണ് കാനാൻ ദേശത്തേക്ക്. ഇനി അവിടെ കടക്കുമ്പോൾ ജോർദാൻ കടക്കുന്നൊരു കാര്യം കൂടിയുണ്ട്. അപ്പോൾ അതൊരു ഉത്ഥാനത്തിൻ്റെ പ്രതീകമാണ്. അപ്പോൾ അങ്ങനെയുള്ള ചില മിസ്റ്ററീസ് ഈ ജലത്തിൻ്റെ പുറകിൽ കിടപ്പുണ്ട് പഴയ നിയമത്തിൽ. ഇനി അതുപോലെ തന്നെ നമ്മൾ ആത്മാവിൽ ജനിക്കുന്നതിൻ്റെ ഒരു പ്രതീകം കൂടിയാണ്. ജലത്താലും ആത്മാവിനാലും വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ നിനക്ക് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാൻ സാധിക്കുന്നില്ല എന്നാണ് യോഹന്നാൻ്റെ സുവിശേഷത്തിലെ 3-ാം അധ്യായത്തിലെ നിക്കോദേമോസുമായിട്ടുള്ള മനോഹരമായ യേശുവിൻ്റെ സംഭാഷണം അതിൽ പറയുന്നുണ്ട്. അപ്പോൾ അവിടെയും ആ ജലം ആത്മാവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഒരേ സമയം ജലത്തിൽ മുങ്ങുന്നത് ഒരു അടിമത്തത്തിനോടുള്ള യാത്ര പറച്ചിൽ, ഒരു വലിയ ലോകത്തിൻ്റെ ആ ആസക്തികളോടുള്ള യാത്ര പറച്ചിൽ, എന്നിട്ട് അത് ഉയർക്കുന്ന ഒരു കാര്യം. ഒപ്പം അത് ജീവജലമായിട്ട് മാറുന്നു, പരിശുദ്ധാത്മാവായിട്ട് മാറുന്നു. ജലം വളരെ അർത്ഥവത്താണ്. അതുപോലെ തന്നെയാണ് തിരി. വാസ്തവത്തിൽ മാമോദീസായിലൂടെ ചെറുപ്പത്തിൽ നമ്മൾ സ്വീകരിക്കുന്നത് ക്രിസ്തുവാകുന്ന പ്രകാശത്തെയാണ്. അത് ഈ തിരി കാണിക്കുന്നു. ഒപ്പം നമ്മളോട് പറയുകയാണ്, ആ കുട്ടിയോട് പറയുകയാണ്, നീ ഈ ലോകത്തിന് ഒരു പ്രകാശമാകണം. ക്രിസ്തുവാകുന്ന പ്രകാശത്തെ നീ ഇന്ന് സ്വീകരിച്ചിരിക്കുന്നു. നീ ഇനി ഒരു ചെറിയ ഈ ഇരുട്ട് നിറഞ്ഞ ലോകത്തിൽ ഒരു പ്രകാശമായിട്ട് മാറട്ടെ. ഞാൻ ഈ അടുത്തൊരു ചെറിയ കവിത വായിച്ചു. എനിക്ക് വേണം അഭിലാഷിൻ്റെ നടുപ്പറമ്പിൽ നിന്നുണ്ട്. ഞാൻ നാളെ എഴുതിയൊരു പുസ്തകത്തിൽ അത് ഇട്ടിട്ടുണ്ടോ എന്ന് സംശയമുണ്ട്. വളരെ 2 വരിയുള്ളേ. കൊച്ചു തിരിയുമായിട്ട് നടന്നു, കത്തിച്ച തിരിയുമായിട്ട് നടന്നു. എവിടെയാണ് എനിക്ക് ഒരു ഇരുട്ട് കിട്ടുക ഈ തിരിയൊന്ന് വയ്ക്കാൻ? 2 വരിയുള്ളൂ, പക്ഷേ സൂപ്പർ സാധനമാണത്. ഇവൻ തിരിയാണ്, ഈ തിരി കത്തിച്ച് തിരിയായിട്ട് പോകുമ്പോൾ ഒരു ഇരുട്ട് നോക്കണം എവിടെയെങ്കിലും ഒന്ന് വയ്ക്കാനായിട്ടേ. പക്ഷേ തിരി പോണോടത്തൊക്കെ വെളിച്ചല്ലേ. അപ്പം നീ പ്രകാശമായിട്ട് നീ എവിടെയൊക്കെ പോകണം ക്രിസ്തുവിനെ പോലെ. തിരി, വെള്ളവസ്ത്രവും ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ പ്രതിനിധീകരിക്കുക. ആ ക്രിസ്തുവാകുന്ന ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ ധരിക്കുന്നതിന് തുല്യമാണ് ഈ വെള്ളവസ്ത്രം കുട്ടിക്ക് കൊടുക്കുന്നത്. അതുപോലെ തൈലാഭിഷേകമുണ്ട്. തൈലാഭിഷേകം വാസ്തവത്തിൽ രാജാക്കന്മാർക്ക്
പ്രവാചകന്മാർ, പുരോഹിതർ, ഇവരെയൊക്കെ അപ്പോയിൻ്റ് ചെയ്യുമ്പോഴാണ് അത് നൽകുന്നത്. അതിലൂടെ കാണുന്നത് എന്താണ്? ഈ കുട്ടി ക്രിസ്തുവിൻ്റെ രാജത്വത്തിലെ, പൗരോഹിത്യത്തിലെ, അതുപോലെ തന്നെ പ്രവാചക ദൗത്യത്തിലെ പങ്കുകാരാകുവാണ്. അപ്പോൾ ഈ 3 ധർമ്മം, പ്രവാചക, പുരോഹിത ധർമ്മങ്ങളിൽ, ഈ 3 ധർമ്മങ്ങളിലും ഈ മാമുദിസ സ്വീകരിച്ച കുട്ടി പങ്കുകാരാകുന്നു, ആ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുന്നു എന്നുള്ളതിൻ്റെ സൂചനയാണ് തൈലം. പിന്നെ കുരിശടയാളം ഉണ്ട്, അതിൽ കുരിശ് വരച്ചുകൊണ്ടാണല്ലോ. അപ്പോൾ ഈ കുരിശടയാളത്തിലേ ഉണ്ട് പിതാവിൻ്റെയും ദൈവത്തിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ മാമോദീസ മുക്കുന്നു എന്ന് പറഞ്ഞാൽ കുരിശടയാളത്തിൽ വാസ്തവത്തിൽ നീ ക്രിസ്തുവിൻ്റെ സ്വന്തമാണ്, മുദ്ര വയ്ക്കുകയാണ്. ഇനി നീ വേറെ പാപത്തിൻ്റെ സന്താനമല്ല, പിശാചൻ്റെ ശക്തികൾക്ക് നിന്നെ മേൽ യാതൊരു പ്രാധാന്യമില്ല. അത്രമാത്രം അത് അർത്ഥവത്താണ്. ഒരു മുദ്രയാണ്ട് കൊടുക്കുകയാണ്. നീ ക്രിസ്തുവിൻ്റെതാണ്, നീ ക്രിസ്തു സ്റ്റാമ്പ് ചെയ്ത് കഴിഞ്ഞു, ചാപ്പ കുത്തുന്ന പോലെ. നൗ യു ബിലോങ് ഓൺലി ടു ക്രൈസ്റ്റ്, വേറെ ആർക്കുമല്ല. അപ്പോൾ അതിൽ പറയുന്ന എല്ലാ പ്രതീകങ്ങളും, തിരി ആയിക്കോട്ടെ, ജലമായിക്കോട്ടെ, കുരിശടയാളമായിക്കോട്ടെ, തൈലമായിക്കൊള്ളട്ടെ, എല്ലാം, വസ്ത്രമായിക്കൊള്ളട്ടെ, എല്ലാം ഒരു ക്രിസ്ത്യാനി എന്താണ്, അതിലേക്ക്, ആ രഹസ്യത്തിലേക്കുള്ള ഒരു ആഴമായ സൂചകങ്ങളാണ് അതെല്ലാം നൽകുന്നത്. ഒരു കൊച്ചു കുട്ടിയായിരിക്കുമ്പോൾ ഒരു പക്ഷേ ആ കുട്ടിക്ക് ഇപ്പോൾ ഒന്നും അറിഞ്ഞാൽ 8 ദിവസമൊക്കെ ആയിട്ടുള്ളൂ. പക്ഷേ ആ കുട്ടി വളരും തോറും എല്ലാ വർഷവും ഈസ്റ്റർ സീസണിലെ മാമോദീസായെക്കുറിച്ച് നമ്മൾ വീണ്ടും സ്നാനത്തിൻ്റെ ആ സ്നാനം സ്വീകരിക്കുന്നതിന് തുല്യമായിട്ട് അന്നാവെള്ളം തെളിച്ച് അച്ഛൻ ഇങ്ങനെ എല്ലാവരുടെ മേലും തെളിക്കും. അന്ന് പുതുജീവൻ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ ആ അവസരത്തിലെല്ലാം നമ്മളിത് വീണ്ടും വീണ്ടും ജീവിക്കണം. വാസ്തവത്തിൽ എനിക്കിപ്പോൾ ഓരോ പ്രാവശ്യം ജീവിക്കുമ്പോഴാണ് മനസ്സിലാവുന്നത്, മാമോദീസ എന്ന് പറയുന്നത് കഴിഞ്ഞു പോയൊരു കൂദാശയല്ല. മാമോദീസ അനുദിനം നടക്കുന്ന ഒരു കർമ്മമാണ്. അത് പാപത്തിൽ മരിക്കുകയും അടിമത്തത്തോട് യാത്ര പറയുകയും, അതായത് ഒരുപക്ഷെ ഒരു സ്ഥാനം മോഹിച്ചുകൊണ്ട്, കുറച്ച് പൈസ ഉണ്ടാക്കണം എന്നുള്ളൊരു ആഗ്രഹത്തിനോട്, ഒരു പേരുണ്ടാക്കണം എന്നുള്ള ആഗ്രഹത്തിനോട് നിരന്തരമായിട്ട് സമരം ചെയ്ത് അതിനെ അതിജീവിച്ചുകൊണ്ട്, അതാണ് ഈ പാപത്തിന് മരിച്ചുകൊണ്ട് ഓരോ ദിവസവും ഉത്തിതനായ ക്രിസ്തുവിനെ പോലെ നിലപാടുകൾക്ക് വേണ്ടി, സത്യത്തിന് വേണ്ടി, നീതിക്ക് വേണ്ടി സ്വന്തം വില കൊടുത്തുകൊണ്ട് ജീവിക്കാൻ. അതിപ്പോൾ ഒരു അച്ഛന് മാത്രമല്ല, ആത്മായരായ എല്ലാവർക്കും. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ഒരു അച്ഛനോ അല്ലെങ്കിൽ ഒരു സന്യാസിനിയോ ഒക്കെ അനുഭവിക്കുന്നതിനേക്കാൾ എത്രയോ വലിയ വലിയ ടെൻഷനിലൂടെയാണ് നമ്മുടെ പൊതുജീവിതത്തിൻ്റെ ധാരകളിൽ ജീവിക്കുന്ന മനുഷ്യരെ, ആത്മായരെ, ഉദ്യോഗസ്ഥരെ, ഗവൺമെൻറ്റിൻ്റെ ഉള്ളിലെ, ഒരു പഞ്ചായത്തിലെ ഓരോ സ്ഥലത്തും ജീവിക്കുന്ന ആളുകൾ നേരിടുന്നത്. അവർ ഒറ്റപ്പെട്ടു പോവുകയാണ്. സത്യത്തിന് വേണ്ടി നിൽക്കുന്ന പല ആൾക്കാരും, കൈക്കൂലിക്ക് കീഴ്പ്പെടാത്ത ഒരാൾ, ബാക്കി എല്ലാവരും കൂടി അയാളെ ഒറ്റപ്പെടുത്തും. ഈ ഒരു ഓഫീസിലൊരു കാര്യം നടക്കണമെങ്കിൽ എന്തെല്ലാം ചെയ്തു കൂട്ടണം. അപ്പോൾ അതുപോലെ ചില നിലപാടുകൾ എടുക്കേണ്ടി വരും. അപ്പോൾ പൊതുജീവിതത്തിൽ, രാഷ്ട്രീയ രംഗത്തൊന്നും പറയേ വേണ്ട, അത്രമാത്രം. ഇന്ന് നമ്മുടെ പഞ്ചായത്ത് രാജൊക്കെ വന്നു കഴിയുമ്പോൾ ഓരോ മെമ്പർമാരും വളരെ പ്രധാനപ്പെട്ടവരാണ് നീതി നടപ്പിലാക്കാനായിട്ട്, ഫണ്ടുകൾ ഉപയോഗിക്കുന്നതിനെക്കുറിച്ച്. അപ്പോൾ ഏതൊരു മനുഷ്യനും സാമൂഹിക ജീവിതത്തിൽ, അവൻ്റെ അനുദിന ജീവിതത്തിൽ, അവൻ്റെ ഔദ്യോഗിക ജീവിതത്തിൽ, വീട്ടിലെ കാര്യം പിന്നെ പറയണ്ട, ഭാര്യ, പത്രം, മക്കളും എല്ലാവരും കൂടിയുള്ളത്, ഇവിടെയെല്ലാം ഈ മാമോദീസ ഒരു അനുദിന യാഥാർത്ഥ്യമാണ്. ദിവസവും മരണവും ഉയർപ്പുമാണ്. അച്ഛൻ പറഞ്ഞ വളരെ ശരിയാണ്. മാമോദീസ ഈ ഒരു അർത്ഥത്തിൽ കാണേണ്ടതാണ്. കാരണം അതൊരു ചടങ്ങായിട്ട് മാറേണ്ടതല്ല, അത് നിത്യജീവിതത്തിൽ എപ്പോഴും ആഘോഷിക്കപ്പെടേണ്ട ഒരു കുദാശയാണത്. അതോടൊപ്പം തന്നെ അച്ഛൻ അത് പറഞ്ഞ ഈ സൂചകങ്ങളിൽ ഒരു കാര്യം കൂടി എനിക്ക് തോന്നുന്നു, ഒരു ദൈവശാസ്ത്ര ചിന്തയും കൂടി ആഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും. കാരണം ഈ വസ്ത്രം നമുക്കറിയാം, ഈ ആദ്യ മാതാപിതാക്കൾക്ക് അവർ നഗ്നരായി എന്നവർ തിരിച്ചറിയുകയാണ്. അതായത് അവർ ദൈവത്തിൽ നിന്ന് അകന്നു പോയപ്പോൾ അവർക്ക് വസ്ത്രമില്ല എന്ന് അവർ മനസ്സിലാക്കുന്നു. അവനൊരു തിരിച്ചറിവ് അവർക്കുണ്ടാകുന്നു. കാരണം അവർ പ്രസാദപരമാകുന്ന വസ്ത്രം അവർക്ക് നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ തിരിച്ച് ഈ ഒരു വെള്ളവസ്ത്രം കൊടുക്കുന്നതോടെ ആ ആദ്യ മാതാപിതാക്കൾക്ക് നഷ്ടപ്പെട്ട പ്രസാദപരമെന്ന വസ്ത്രം ക്രിസ്തുവാകുന്ന പ്രസാദപരത്തെ കൊടുക്കുന്നു എന്നൊരർത്ഥം കൂടി അതിനുണ്ടല്ലോ. അത് വളരെ അർത്ഥവത്താണ് ബിജു ഇപ്പോൾ പറഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നു. കാരണം ഞാൻ നഗ്നനാണ് എന്നുള്ളൊരു തിരിച്ചറിവ് ഉണ്ടാവുക അത്ര എളുപ്പമല്ല. നമ്മൾ വലിയ ഫേമസ് ഫ്രേസ് ഉണ്ടല്ലോ, രാജാവ് നഗ്നനാണെന്ന് വിളിച്ചു പറഞ്ഞു എന്ന് പറയുന്നത്. അത് നമ്മളെ ഓരോരുത്തരെ കുറിച്ചും റെഡിയാണ്. അപ്പോൾ
ഞാൻ ഈ മാമോദീസയുടെ വെള്ളവസ്ത്രം ധരിക്കുന്നു എന്ന് പറയുമ്പോൾ ഞാൻ സൂക്ഷിച്ചില്ലെങ്കിൽ ഞാൻ നഗ്നനാണ്. അതുകൊണ്ട് ക്രിസ്തുവിനെ ധരിച്ചാൽ മാത്രമാണ് എനിക്ക് ഒരു മനുഷ്യനായിട്ട് ജീവിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് അവനെ നിരന്തരം ഓർമ്മപ്പെടുത്താൻ ഈ വസ്ത്രം സഹായിക്കും. തീർച്ചയായിട്ടും അച്ഛാ, ഏതായാലും മാമോദീസയെക്കുറിച്ച് വളരെ അർത്ഥവത്തായ ഈ ഒരു ദൈവശാസ്ത്ര വിശകലനം നമ്മുടെ പ്രേക്ഷകർക്ക്, എനിക്ക് തോന്നുന്നു മാമോദീസയെക്കുറിച്ച് വലിയ ചില ഉൾക്കാഴ്ചകൾ അവർക്ക് ഈ എപ്പിസോഡിലൂടെ കിട്ടിയിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. അച്ഛന് പ്രത്യേകം നന്ദി. ഓർക്കണം ക്രിസ്തുവചനം, എനിക്കൊരു മാമോദീസ മുങ്ങാനുണ്ട്. ക്രിസ്തു ഉദ്ദേശിച്ച മാമോദീസ അവൻ്റെ മരണമാണ്. ഓരോ ക്രിസ്ത്യാനിയും ക്രിസ്തു വിശ്വാസത്തിലേക്ക് പ്രവേശിക്കുന്നത് ഈ മാമോദീസയിലൂടെയാണ്. ക്രിസ്തുവിൻ്റെ മരണത്തിലും ഉത്ഥാനത്തിലും പങ്കുപറ്റുകയാണ്. അവനെടുത്ത നിലപാടുകൾ ജീവിതത്തിൽ പുലർത്തുമ്പോൾ നാം അവൻ്റെ മരണത്തോട് താതാത്മ്യപ്പെടുകയാണ്. അപ്പോൾ മാമോദീസ വെറുമൊരു ചടങ്ങായി ഒതുക്കപ്പെടാതെ മാമോദീസ ജീവിതത്തിൽ ആഘോഷിക്കപ്പെടുന്നൊരു കുദാശയായി നമുക്ക് മാറ്റിയെടുക്കാം. അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.